നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോരുവഴിയിലെ UIT കെട്ടിടം ഒഴിപ്പിക്കാൻ നീക്കം. വാടക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് നടപടി. വാടക ഇനത്തിൽ പഞ്ചായത്തിന് കിട്ടേണ്ടത് 16 ലക്ഷത്തിലധികം രൂപ. ജനസാന്ദ്രതയേറിയ മേഖലയിലെ കള്ളുഷാപ്പ് നാട്ടുകാർ പൂട്ടിച്ചു. അഞ്ചൽ അലയമൺ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. നാട്ടുകാർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കള്ളുഷാപ്പ് അടപ്പിച്ചത്. ഓട്ടോറിക്ഷ മോഷ്ടാവ് 27 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശി സജീവാണ് പിടിയിലായത്. ഒളിവിലായിരുന്ന ഇയാളെ അഞ്ചൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. പോരുവഴി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കെട്ടിടം ഒഴിപ്പിക്കാൻ നീക്കം. വാടക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് പോരുവഴി ഗ്രാമപഞ്ചായത്ത് അധികൃതർ കെട്ടിടം ഒഴിപ്പിക്കുന്നത്. 2017 മുതൽ പഞ്ചായത്തിന് കിട്ടേണ്ടത് 16 ലക്ഷത്തിലധികം രൂപയാണ്. പോരുവഴി ഗ്രാമപഞ്ചായത്തിലെ ശാസ്താനടയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കെട്ടിടം ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് പഞ്ചായത്തിൽ നിന്നും ഉണ്ടായത്. പഞ്ചായത്തിന്റെ കെട്ടിടം വാടകയ്ക്ക് എടുത്ത ഇനത്തിൽ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് അടിയന്തരമായി കെട്ടിടം ഒഴിപ്പിക്കുന്നതിലേക്ക് പഞ്ചായത്ത് അധികൃതർ തീരുമാനമെടുത്തത്. 2017 മുതലുള്ള വാടക കുടിശ്ശിക ഇനത്തിൽ 16 ലക്ഷത്തിലധികം രൂപയാണ് പോരുവഴി ഗ്രാമപഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ടിയിരിക്കുന്നത്. പോരുവഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീക്കായി സ്ത്രീ ശാക്തീകരണത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് UIT പ്രവർത്തിക്കുന്നത്. നിലവിൽ കുടിശ്ശിക വരുത്തിയ തുക ജനപ്രതിനിധികളിൽ നിന്നും ഈടാക്കണമെന്ന് സോഷ്യൽ ഓഡിറ്റ് വിഭാഗം നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് UIT പ്രവർത്തിക്കുന്ന കെട്ടിടം ഒഴിപ്പിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ കുടുംബശ്രീ ഉൾപ്പെടെയാണ് ഈ വിഷയം വന്നിട്ടുള്ളത്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റി അധികാരത്തിൽ വരുന്നത് 2020 ഡിസംബറിലാണ്. അന്ന് മുതൽ നമ്മൾ ഇവരുമായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. പക്ഷേ അന്നേരമല്ല ഇവർ വരാം, എഗ്രിമെൻറ്റ് വെക്കാമെന്ന് പറയുന്നതല്ലാതെ ഈ നിമിഷം വരെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാവാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. പണ്ട് വിദ്യാർത്ഥികൾ പഠിക്കണല്ലോ എന്ന് ചൊല്ലി ഇവിടെ വെച്ച് കൊടുത്തപ്പോൾ അത് മാസ വാടക ഇത്ര രൂപയെന്ന് വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ടാണ് കൊടുത്തത്. 10,000 രൂപ ഒരു മാസ വാടക കറക്റ്റായി പറഞ്ഞ വാടക ഇവർ കുടിശ്ശ വരുത്തിയതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോഴും ഒഴിപ്പിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ തൽക്കാലം ഈ സാധനം ഇവിടുന്ന് ഒഴിപ്പിക്കണം ഞങ്ങൾക്ക് നിർബന്ധമില്ല. 18 ജനപ്രതിനിധികളുള്ള ഗ്രാമപഞ്ചായത്തിൽ UITയുടെ കുടിശ്ശിക ഇനത്തിൽ വീതം വെക്കുമ്പോൾ 1 ലക്ഷത്തിലധികം രൂപ ഓരോ ജനപ്രതിനിധിയും അടയ്ക്കേണ്ടി വരും. ഇത് ജനപ്രതിനിധികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം കെട്ടിടം ഒഴിപ്പിക്കുന്നതിന് UITയിലെത്തി. ശൂരനാട് പോലീസും സന്നിഹിതരായിരുന്നു. ഒടുവിൽ കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോന്റെ നിർദ്ദേശപ്രകാരം ചർച്ച ചെയ്ത് കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളാമെന്ന നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി UIT കെട്ടിടം ഒഴിപ്പിക്കുന്നതിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ പിൻവാങ്ങുകയായിരുന്നു. അവർ മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ഒരു ധാരണ രജിസ്ട്രാർ ഉൾപ്പെടെ MLA ഉൾപ്പെടെ അവരുടെ കുറേ ആൾക്കാരെ അറിയിക്കാനുണ്ട്. അവരെല്ലാം അറിയിച്ച് മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ഒരു തീരുമാനമാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനം ഞങ്ങൾക്ക് ഇന്ന് റെക്കോർഡിക്കലായി എഴുതി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ആ സ്ഥാപനം കൂട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. 1,20,000 രൂപ വീതം ഏകദേശം ഒരു ജനപ്രതിനിധി ലയബിലിറ്റി എഴുതിയിട്ടുണ്ട്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് ജനപ്രതിനിധികൾക്ക് എല്ലാവരും കാരണം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ടീമംഗങ്ങളാണ്. അപ്പോൾ അവരെല്ലാം കൊണ്ടുകൊണ്ട് പോയെങ്കിലേ പറ്റും. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ 1ാം ഘട്ട സ്വീകരണ പര്യടനം കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ചു. കരുനാഗപ്പള്ളി ആലിങ്കടവിൽ CPI കൊല്ലം ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി ആലുംകടവിൽ നിന്നാരംഭിച്ച സ്വീകരണ സമ്മേളനത്തിൽ സ്ത്രീകളടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. LDF കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ പര്യടനത്തിന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS താര, സെക്രട്ടറി PK ബാലചന്ദ്രൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. 2,13,00,000 ആകെ 10 കോടിയിൽ ഇവിടെ തന്നെ 2,13,00,000 രൂപ ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ ഈ കരുനാഗപ്പള്ളിയെ വെറുതെ പോസ്റ്റർ എഴുതി വെക്കുന്ന ഹൃദയത്തിലല്ല, അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്. ഇവിടുത്തെ വായനശാലയ്ക്ക് അപ്പുറത്തെ വായനശാലയ്ക്ക് 20 ലക്ഷം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ 16 ലക്ഷത്തിന്റെ സ്കാനിങ് മെഷീൻ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നത് 10 IC യൂണിറ്റ് വേണം. MP ഫണ്ട് തീർന്നുപോയി. ഞാൻ IRA കൊണ്ട് 10 IC യൂണിറ്റുകൾ ഈ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ സ്ഥാപിച്ചു കൊടുത്തു. കരുനാഗപ്പള്ളിയിലെ ഓപ്പൺ ഫ്ലൈ ഓവർ എല്ലാ സ്ഥലങ്ങളിലെയും MP മാർ
നടക്കുകയാണ് കോപ്പർ ഫ്ലൈ ഓവറിന് വേണ്ടി. അവിടുത്തെ എല്ലാ ഫ്ലൈ ഓവറുകൾ ഗ്രേഡ് സെപ്പറേറ്ററാണ് മണ്ണിട്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയെ പോലെ ആക്കണമെന്ന് പറഞ്ഞു. അവർക്ക് ആർക്കും കിട്ടിയില്ല. കരുനാഗപ്പള്ളിക്ക് മാത്രമാണ് ഓപ്പൺ ഫ്ലൈ ഓവർ അനുവദിച്ച് കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. UDF കൊല്ലം പാർലമെന്റ് മണ്ഡലം മയ്യനാട് കൺവെൻഷൻ നടത്തി. KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത്തിന്റെ അധ്യക്ഷതയിലാണ് UDF കൊല്ലം പാർലമെന്റിന്റെ മയ്യനാട് കൺവെൻഷൻ നടന്നത്. DCC ജനറൽ സെക്രട്ടറി RS അബിൻ, INTUC ദേശീയ നിർവാഹക സമിതി അംഗം B ശങ്കരനാരായണ പിള്ള, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഇതേ രൂപത്തിൽ കാണുകയുള്ളൂ. അതായത് ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായിട്ട് തുടരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും അശ്രാന്തം പരിശ്രമിച്ചാൽ മാത്രമേ ആ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയുള്ളൂ. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രവർത്തനം ബൂത്തുകളിലാണ്. ബൂത്തുകൾ നമ്മൾ സജീവമായി മാത്രമേ നമുക്ക് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ സജീവമാകേണ്ടത് ബൂത്തുകളിലാണ്. ബാക്കി പ്രവർത്തനങ്ങൾ വേണ്ടെന്നുള്ളതല്ല, ബാക്കി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് കോടി വില വരുമുള്ള നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകാലത്തോ UPയുടെ ഭരണകാലത്തോ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ അദാനിമാർക്കും അമ്പമാർക്കും കൊടുത്തുകൊണ്ട് അവരെ സമ്പന്നന്മാരാക്കുവാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മൾ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ദാരിദ്ര്യ രേഖയിലേക്ക് ഇപ്പോൾ വീണ്ടും 30% ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് താഴേക്ക് പോകുന്ന ഒരു സുവിശേഷം ഉണ്ടാകുന്ന ചുറ്റുപാട് ഈ രാജ്യത്തുണ്ടാക്കി. ഇവിടെ രാജ്യത്ത് നടക്കുന്ന വംശീയ കലാപങ്ങളും വർഗീയ ലക്ഷണങ്ങളും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ വലുതാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പാവുമ്പയിൽ UDF ബൂത്ത് കൺവെൻഷനുകൾക്ക് തുടക്കമായി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പാവുമ്പയിൽ UDF ബൂത്ത് കൺവെൻഷനുകൾക്ക് തുടക്കമായി. മണപ്പള്ളി 73 നമ്പർ ബൂത്തിലാണ് ആദ്യ കൺവെൻഷൻ നടന്നത്. CR മഹേഷ് MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ജനാധിപത്യമല്ല മൃഗാധിപത്യമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മൂർഖമാമ്പ് സകല എണ്ണവും ഈ ഭരണത്തിൽ പുറത്തു നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. CPM-കാരാണോ അവർക്ക് സ്വസ്ഥമായി സ്വൈരമായി ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം കേരളത്തിൽ? അവരുടെ എല്ലാ ബന്ധുക്കൾക്കും തൊഴിൽ, അവർക്കെല്ലാം ഇഷ്ടം പോലെ പണം. ലോക്കൽ സെക്രട്ടറിമാരുടെ ജീവിത സാഹചര്യം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊന്ന് പരീക്ഷിച്ച് നോക്കണം, ഒന്ന് പരിശോധിച്ച് നോക്കണം. സിദ്ധാർത്ഥൻ ഇപ്പം ജനാധിപത്യത്തിന് പകരം കേരളത്തിൽ മൃഗാധിപത്യമായി. എല്ലാ ദിവസവും മൃഗങ്ങൾ ജനങ്ങളെ കുത്തിക്കൊല്ലുകയാണ്. മൃഗങ്ങളുടെ പീഡനം കൊണ്ട് ജനങ്ങൾ മരിക്കുകയാണ്. ബാക്കിയുള്ളവരെ SFIക്കാർ കൊല്ലുകയാണ്. സിദ്ധാർത്ഥന്റെ അച്ഛൻ 2 ദിവസത്തിനകം വെച്ച് ക്ലിഫ് ഹൗസിന് മുമ്പിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ അയാൾ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുകയാണ്. SFI എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനം സഹപാഠികളെ കൊല്ലുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. CPM അല്ലാത്ത ആളുകൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭയപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. മേലോട്ട് പ്രസന്നകുമാർ, തുളസീധരൻ, KP രാജൻ, അഡ്വക്കേറ്റ് B അനിൽകുമാർ, DV സന്തോഷ്, ടോമി എബ്രഹാം, ശൈലജ, മായ സുരേഷ്, ചെറുകര സലീം, ശശിധരൻ മറ്റത്ത, സുഗരാജൻ, സൈനുദ്ദീൻ പാവുമ്പ, രമ രാജ്കുമാർ, ഉദയൻ തുണ്ടത്തിൽ, മോൻസി തോമസ്, ഷൈജു, സന്തോഷ് പാവുമ്പ, ഗോപൻ, ഗോപി കള്ളേത്ത, ഹുസൈൻ കൊപ്രത്ത, ബിജു കോട്ടൂർ, പാവുമ്പ സുനിൽ, രമ്യാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. ജനസാന്ദ്രതയേറിയ മേഖലയിൽ ആരംഭിച്ച കള്ളുഷാപ്പ് നാട്ടുകാർ പൂട്ടിച്ചു. അഞ്ചൽ ആലയമൺ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. കള്ളുഷാപ്പ് തുടങ്ങിയത് അറിഞ്ഞ് എത്തിയ നാട്ടുകാർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കള്ളുഷാപ്പ് അടപ്പിച്ചത്. അഞ്ചൽ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ അഞ്ചൽ വർഷ തിയേറ്ററിന് സമീപത്താണ് കള്ളുഷാപ്പ് തുറന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് നാട്ടുകാർ ഇവിടെ കള്ളുഷാപ്പ് തുടങ്ങിയ വിവരം അറിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി സ്ഥലത്തെത്തി ഷാപ്പ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് സംഭവസ്ഥലത്ത് പോലീസ് എത്തുകയും നാട്ടുകാർ ഷാപ്പ് നടത്തിപ്പുകാരുമായി ഏറെ നേരം ചർച്ച നടത്തുകയും ചെയ്തു. ചേർന്ന് ജനവാസമുള്ള മേഖല, ചുറ്റും ഒരു 5 മീറ്റർ മാറി അപ്പുറം ഇപ്പുറം വീടുകളും ഒരു അഞ്ചൽ ചെണ്ണപ്പെട്ട മെയിൻ റോഡ് അടക്കമുള്ള തൊട്ടടുത്ത് ക്ഷേത്രം, സ്കൂള്, കാവ് അടക്കമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ജനവാസമുള്ളൊരു മേഖലയിൽ കള്ളുഷാപ്പ് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. എന്ത് വില കൊടുത്ത് ഞങ്ങൾ തടയും. ഇവിടെ കള്ളുഷാപ്പ് നടന്ന സമയത്തിന് ഇവിടുന്ന് മാറ്റണം, അത്രയേ ഉള്ളൂ. സർക്കാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത്രയും ആൾക്കാർക്കുള്ള ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഈ അഞ്ചലിലെ ഏറ്റവും സമാധാനമായിട്ടുള്ള സ്ഥലം, അവിടെ ഈ കള്ളുഷാപ്പ് കൊണ്ടുവന്നത് പ്രായോഗികമല്ല, മാറ്റിയേ പറ്റൂ. ഒരു അടി പോലും വ്യത്യാസമില്ല. ഒരു മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് വീടുള്ളത്. ഒരടി പോലും വ്യത്യാസം. എക്സൈസുകാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസ് കൊടുത്ത് നമുക്കറിയില്ല. നിയമപരമായിട്ട് ഒരു കാരണവശാലും ഈ കെട്ടിടത്തിൽ കള്ളുഷാപ്പിന് ലൈസൻസ് കൊടുക്കാൻ പറ്റത്തില്ല. ഒരടി പോലും വ്യത്യാസമില്ല. ഒരു മതിലിൻ്റെ തൊട്ടപ്പുറത്ത് വീട്, ഒരു മതിലിൻ്റെ വ്യത്യാസം.
അതിൽ തൊട്ടപ്പുറത്ത് കൊച്ചുങ്ങളും പെണ്ണുങ്ങളും എല്ലാം താമസിക്കുന്നു. ഒരു പിന്നെ സ്കൂളിൽ തൊട്ട് ഒരു 100 മീറ്റർ മാറുമ്പോൾ സ്കൂള്, അമ്പലം, കാവ് എല്ലാം ഇവിടെ പരിസരത്തുണ്ട്. ഒടുവിൽ നാട്ടുകാർ തന്നെ പിക്കപ്പ് വാഹനം എത്തിച്ച് ഷാപ്പിലെ കള്ളുകുപ്പികളും അനുബന്ധ സാമഗ്രികളും പാത്രങ്ങളും പിക്കപ്പിൽ കയറ്റി ഷാപ്പുടമയുടെ വീട്ടിന് മുന്നിൽ എത്തിച്ചായിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള പദ്ധതികൾ പെൺകുട്ടികൾ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല, ഉയർത്ത് എഴുന്നേൽക്കപ്പെടേണ്ടവരാണെന്ന ബോധ്യം സമൂഹത്തിന് ഉണ്ടാക്കിയതായി സംവിധായകൻ മേജർ രവി പറഞ്ഞു. NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൊല്ലം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടത്തിയ മേജർ ചാറ്റ് വിത്ത് യുവ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയായിരുന്നു സംഘാടകർ. പെൺകുട്ടികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികൾ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് പോലും മനസ്സിൽ ചിന്തിക്കാത്തതാണെന്ന് തോന്നൽ ഉദാഹരണമാണ്. നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സ്വഭാവം നിങ്ങൾ ആദ്യം ഇൻകൾക്കേറ്റ്. ഈ അമ്മ ആരാണെന്നുള്ള വില നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളത് ഇതിനൊരു സുഖമുണ്ട്. പിന്നെ വേറെ കുറച്ച് കടുത്ത ഭാഷയിൽ ഞാൻ പറയാം. മക്കളെ, ഈ ചൂട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ ഉള്ള ചൂടുള്ള ആ വ്യക്തി വാതിക്കൽ നിന്നുകൊണ്ട് ഭയപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ ചൂട് ആ ശരീരത്തെ കാണാതെ കിടക്കുകയായിരിക്കും. ശിരസിന്റെ അവിടെ ഒരു നിലവിളക്കം പ്രവർത്തിക്കുന്നത്. ആ ഗ്യാപ്പ് എത്രയാണ്? വെറും 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിരിക്കും. ആ ഗ്യാപ്പ് പിന്നീട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്നറിയോ? ജീവിതകാലം മുഴുവൻ പശ്ചാത്തലം. എന്തെന്ന് കാലത്തിന്റെ അമ്മ വാതിക്കൽ നിന്ന സമയത്ത് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചില്ല, ഞാനൊന്ന് ഉമ്മ വെച്ചില്ല എന്ന് തോന്നുന്ന പ്രായശ്ചിത്തം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുട്ടികൾ, ഞാൻ എൻ്റെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന, എൻ്റെ മേജർ വീസ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന വൺ ഓഫ് ദ ബിഗ് തിങ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവ പ്രതിഭാശാലികളും പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികളും ടെക്നോക്രാറ്റുകൾ, യുവ എഴുത്തുകാരി, ഗായികമാർ എന്നിവർ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നു. BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K. സോമൻ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിശ്വകർമ്മ നവോത്ഥാന ഫൗണ്ടേഷൻ സംസ്ഥാന സമ്മേളനം വള്ളിക്കാവിൽ നടത്തി. ബ്രഹ്മചാരി സൂക്ഷ്മാനന്ദ ദീപം തെളിച്ചു. ആചാര്യ സമ്മേളനം, വിവിധ ക്ലാസുകൾ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷന്റെ സംസ്ഥാന സമ്മേളനം വള്ളിക്കാവ് അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠത്തിൽ നടത്തി. അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി സൂക്ഷ്മാനന്ദ ദീപം തെളിച്ചു. ലോക സംസ്കൃതിയെ ധന്യമാക്കിയതിൽ വിശ്വകർമ്മ സംസ്കൃതിയുടെ പങ്ക് അതുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പുരാണങ്ങളെടുത്ത് പഠിക്കുകയോ വായിക്കുകയോ ചെയ്താൽ നമുക്കത് മനസ്സിലാവും. വിശ്വബ്രഹ്മാവിന്റെ പരമ്പരയിൽപ്പെട്ട 5 ഋഷിമാരുണ്ടായി. ആ 5 ഋഷിമാരിൽ നിന്നുണ്ടായ ഏതാണ്ട് 125ഓളം ഗോത്രങ്ങളിൽപ്പെട്ടവരാണ് വിശ്വകർമ്മ സമൂഹം എന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് 21 കോടിയിലധികം ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിലുണ്ട് എന്നാണ്, ഭാരതത്തിലുണ്ടെന്നാണ് എൻ്റെ കണക്ക്. അതായത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 15% ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 600ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. VNF സംസ്ഥാന പ്രസിഡന്റ് മുരളീദാസ് സാഗർ അധ്യക്ഷത വഹിച്ചു. ആചാര്യ സമ്മേളനം സംഘടനയുടെ ദേശീയ മുഖ്യ സംയോജകൻ VS ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിശ്വകർമ്മ സമുദായ സ്നേഹികൾ, സഹോദരങ്ങൾ, ഈ വർഷങ്ങളായിട്ട് ഈ ഇത്തരം സമുദായ സംഘടനകളുടെ പ്രവർത്തനം കൊണ്ടും എങ്ങും എത്തിച്ചേരാത്ത വിശ്വകർമ്മ സമുദായത്തിന്റെ ദുരവസ്ഥ, സർവരാലും നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയുടെ അഗാധഘട്ടത്തിൽ ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു സമൂഹത്തെ എങ്ങനെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാം എന്ന ആത്മാർത്ഥമായ ഒരു ചിന്തയുടെ ഫലമാണ് VNF എന്ന ഈ ദേശീയ സംഘടന ഉണ്ടാകാൻ കാരണം. വിവിധ വിഷയങ്ങളിൽ M. സോമേഷ് കുമാർ ആചാര്യ, K. സജി, രഞ്ജിത്ത് അറയ്ക്കൽ, അഡ്വക്കേറ്റ് Y. വിനോദ് കുമാർ, VU മോഹനൻ എന്നിവർ ക്ലാസ് നയിച്ചു. V. രാജേന്ദ്രൻ, രമേശ് പൈപാല, K. ശ്രീധരൻ, സുരേഷ് മങ്ങാട്, സതീഷ് മീനടം, MR വിക്രമൻ, N. ശരവണൻ, ജയൻ ചിറ്റാറ്റിൻകര, N. ഗോപാലകൃഷ്ണൻ, KG ശിവദാസൻ, VR നാരായണൻ, L. സുരേഷ്, ഡോക്ടർ പ്രദീപ് കുമാർ പൂത്താരി, പ്രദീപ് മാനോത്ത്, K. അജിതൻ, ശിവദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. 1/4 നൂറ്റാണ്ട് മുമ്പ് ഓട്ടോറിക്ഷ മോഷ്ടിച്ചു കടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്നയാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന് സമീപത്ത് താമസിച്ചിരുന്ന സജി എന്ന് വിളിക്കുന്ന സജീവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 27 വർഷത്തിനു ശേഷമാണ് കേസിൽ ഇയാൾ അറസ്റ്റിലായത്.
ഗ്രാമപഞ്ചായത്തിലെ പറയണിപ്പാറയിൽ താമസിച്ചു വന്ന സജീവിനെ കുറിച്ച് അഞ്ചൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് സജീവിനെ പിടികൂടുന്നത്. അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന് സമീപം താമസിച്ചു വന്ന സജീവ് അയൽവാസിയായ രാധാകൃഷ്ണനിൽ നിന്നും ഓട്ടോ വാടകയ്ക്കെടുത്ത് കടന്നു കളയുകയായിരുന്നു. പിന്നീട് മുംബൈയിലും മറ്റും ഒളിവിൽ താമസിച്ചു വന്ന സജീവ് അടുത്തിടെയാണ് പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിലെ പറയണിപ്പാറയിലെത്തി താമസം ആരംഭിച്ചത്. അഞ്ചൽ പോലീസ് സജീവിനെ നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. 1997 നടന്ന മോഷണക്കേസിലെ പ്രതിയായ സജീവിനെ 2000 വർഷത്തിൽ പിടികിട്ടാപ്പുള്ളിയായി കോടതി പ്രഖ്യാപിച്ചിരുന്നു. ഈ കേസിലെ പ്രതിയെയാണ് 27 വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ CI സാബു, SI ടിങ്കിൾ ശശി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ, അനിൽ, സിവിൽ പോലീസ് ഓഫീസർ അബീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അപ്പോഴേ ഒരു ഓട്ടോ റെന്റിന് എടുത്തോട്ട് പോയിട്ട് പുള്ളിക്ക് വണ്ടി തിരിച്ചു കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ഞാൻ അറിയുന്നു പുള്ളിക്ക് വണ്ടിയൊക്കെ തിരിച്ചു കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ ഇഫ്താർ സംഗമം നടത്തി. ചികിത്സാ സഹായ വിതരണവും ഇതോടൊപ്പം നടന്നു. കായംകുളം കോളേജ് വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും ഒരുക്കിയത്. ഇതോടൊപ്പം ചികിത്സാ സഹായവും നൽകി. MSN കോളേജ് ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഷെക്പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. സൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ, നമ്മുടെ ബന്ധങ്ങൾക്ക് വലിയ തോതിൽ അതിൻ്റെ ആശയങ്ങൾ കൈമാറുന്നതിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഈ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് പാർലമെന്ററി പ്രവർത്തനം തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്ന്. ഞാൻ കായംകുളം നഗരസഭയുടെ അംഗമായി ആദ്യം മത്സരിക്കാൻ വരുന്നത് അന്നത്തെ ഈ 3-ാം വാർഡിൽ. അന്ന് വളരെ വാശിയേറിയൊരു മത്സരമാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഞാൻ പ്രതിദാനം ചെയ്ത മുന്നണിക്ക് ഒരു കാരണവശാലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ വാർഡിൽ നിലനിന്നിരുന്നത്. അന്ന് ഈ വാർഡിലെ ജനങ്ങളാണ് എന്നെ അനുഗ്രഹിച്ചു, എന്നെ ജയിപ്പിച്ചു വിട്ടതെന്ന് കൊണ്ടാണ്. അസോസിയേഷൻ പ്രസിഡന്റ് ഷാനവാസ് പറമ്പി അധ്യക്ഷത വഹിച്ചു. SNDP യൂണിയൻ സെക്രട്ടറി P പ്രദീപ് ലാൽ ഇഫ്താർ സന്ദേശവും ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. പനക്കൽ ദേവരാജൻ, ഷീബ ഷാനവാസ്, A ഷാജഹാൻ, അബ്ദുൽ ഹമീദ, സുരേഷ് കാവിനേത്ത, സുനിൽകുമാർ ചേലപ്പുറത്ത്, മിൽസ സനോജ്, സിയാദ് കരിബീഡിക, ശൈലജ മോഹനൻ, ഷറഫുദ്ദീൻ കോയ, A നസീർ കളീക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. പോരുവഴിയിലെ UIT കെട്ടിടം ഒഴിപ്പിക്കാൻ നീക്കം. വാടക കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് നടപടി. വാടക ഇനത്തിൽ പഞ്ചായത്തിന് കിട്ടേണ്ടത് 16 ലക്ഷത്തിലധികം രൂപ. ജനസാന്ദ്രതയേറിയ മേഖലയിലെ കള്ളുഷാപ്പ് നാട്ടുകാർ പൂട്ടിച്ചു. അഞ്ചൽ അലയമൺ ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം. നാട്ടുകാർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കള്ളുഷാപ്പ് അടപ്പിച്ചത്. ഓട്ടോറിക്ഷ മോഷ്ടാവ് 27 വർഷത്തിന് ശേഷം അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശി സജീവാണ് പിടിയിലായത്. ഒളിവിലായിരുന്ന ഇയാളെ അഞ്ചൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.